എൻ്റെ ദൈവവിളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തുമ്പമൺ ഭദ്രാസനാംഗം വന്യ നെടിയത്ത് ബെർസ്കിപ്പ റംബാച്ചിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. പന്തളം പൂഴിക്കാട് കുറ്റിയിൽ കുടുംബത്തിൽ നെടിയത്ത് പുത്തൻ വീട്ടിൽ KC ജോർജിൻ്റെയും കുഞ്ഞമ്മ ജോർജിൻ്റെയും പുത്രനായി 1963 സെപ്റ്റംബർ മാസം 14 തീയതി ജനിച്ചു. 1984 സെപ്റ്റംബർ 20 തീയതി റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമാംഗമായി ചേർന്നു. ഞാൻ റംബാൻ സ്ഥാനം സ്വീകരിക്കുന്നതിന് മുമ്പ് ഫാദർ രാജൻ ജോർജ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിന് സമീപം പൂഴിക്കാട് നെടിയത്ത് പുത്തൻ വീട്ടിൽ KC ജോർജിൻ്റെയും കുഞ്ഞമ്മ ജോർജിൻ്റെയും മകനായിട്ട് 1963 സെപ്റ്റംബർ മാസം 14 തീയതിയാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂഴിക്കാട് ഗവൺമെൻറ് UP സ്കൂളിലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കുടശനാട് NSS ഹൈസ്കൂളിലും തുടർന്ന് പന്തളത്ത് നിന്ന് പ്രീ ഡിഗ്രി പാസ്സായതിനു ശേഷം 1984 ഞാൻ ഹോളി ട്രിനിറ്റി സന്യാസ സമൂഹത്തിലെ അംഗമായി ചേർന്നു. ഏതാനും മാസം മാത്രമേ ഞാൻ റാന്നി ട്രിനിറ്റി ആശ്രമത്തിൽ താമസിച്ചിട്ടുള്ളൂ. അതേ തുടർന്ന് തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് തിരുമേനി എന്നെ കൂട്ടിക്കൊണ്ട് ആയൂരിനടുത്തുള്ള ഇടമുളയ്ക്കൽ VMDM സെൻറ്ററിലേക്ക് പോവുകയും അവിടെയാണ് ഞാൻ 2 വർഷക്കാലത്തോളം താമസിച്ചത്. തിരുവനന്തപുരം ഭദ്രാസനത്തിൻ്റെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന അഭിമന്യ ഗീവർഗീസ് മാർ ദിയോസ്കോറോസ് തിരുമേനി എന്നെ ആയൂരിന് അടുത്തുള്ള ഇടമുളയ്ക്കലുള്ള VMDM സെൻറ്ററിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ ഞാൻ താമസിക്കുകയാണ് ചെയ്തത്. തിരുവനന്തപുരം അരമനയിൽ നിന്ന് ഇടമുളയ്ക്കലിൽ വരുമ്പോൾ തിരുമേനിയോടൊപ്പമാണ് പള്ളികളിൽ ഞാൻ സഞ്ചരിക്കുകയും തുടർന്ന് 1987 കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ ഞാൻ വിദ്യാർത്ഥിയായി ചേർന്നു. അവിടെ 4 വർഷം പഠനം പൂർത്തീകരിച്ച് തിയോളജിയിൽ ഗ്രാജുവേഷൻ GST ഗ്രാജുവേറ്റ്സ് ഇൻ സെക്കൻഡ് തിയോളജി പാസ്സാവുകയും തുടർന്ന് സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BDയും പാസ്സായി. അതിനുശേഷം ഞാൻ കാര്യവട്ടത്ത് MA സോഷ്യോളജിക്ക് ചേർന്നു എങ്കിലും എനിക്ക് പഠനം പൂർത്തീകരിക്കുവാൻ കഴിയാതെ വന്നതിനാൽ പിന്നീട് ഞാൻ ആസാമിലെ ഷില്ലോങ്ങിലുള്ള CMJ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സോഷ്യോളജിയിൽ മാസ്റ്റേഴ്സ് ബിരുദം കരസ്ഥമാക്കിയത്. 1991 സെപ്റ്റംബർ മാസം 19 തീയതിയാണ് ഞാൻ പുരോഹിതനാകുന്നത്. എൻ്റെ ജീവിതത്തിൽ സെപ്റ്റംബർ മാസത്തിന് വലിയൊരു പങ്കാണുള്ളത്. സെപ്റ്റംബർ മാസം 14 തീയതി ഞാൻ ജനിച്ചു. സെപ്റ്റംബർ 20 തീയതി ഞാൻ എൻ്റെ വീട് വിട്ട് സന്യാസത്തിലേക്ക് പോയി. സെപ്റ്റംബർ 19 തീയതി ഞാൻ പട്ടമേറ്റു. സെപ്റ്റംബർ 20 തീയതി ഞാൻ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ സെപ്റ്റംബർ മാസത്തിന് വലിയൊരു പ്രത്യേകതയാണ് ഉള്ളത്. കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിൽ നിന്ന് GSTയും സെറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BDയും കരസ്ഥമാക്കിയ ശേഷം ഷില്ലോങ് CMJ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്
സോഷ്യോളജിയിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി. ഞാൻ സെപ്റ്റംബർ മാസം 19-ാം തീയതി, അതായത് 1991 സെപ്റ്റംബർ മാസം 19-ാം തീയതി പുരോഹിതനായി. തുടർന്ന് അഭിമന്യ ദിയസ്കോറോസ് തിരുമേനിയുടെ സെക്രട്ടറിയായി തിരുവനന്തപുരത്തുള്ള ഹോളി ട്രിനിറ്റി സ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായും തിരുവനന്തപുരം ഭദ്രാസന ബാലികാ സമാജം വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിച്ചു. 1991 തന്നെ ഞാൻ പട്ടമേറ്റ ഉടനെ തന്നെ എന്നെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള നെല്ലിക്കുന്നം സെൻറ്റ് ഗ്രിഗോറിയോസ് പള്ളിയുടെ വികാരിയായും ചാത്തന്നൂരിനടുത്തുള്ള വരിഞ്ഞം സെൻറ്റ് ജോർജ് പള്ളിയുടെയും വികാരിയായി എന്നെ നിയമിച്ചു. അങ്ങനെ 2 പള്ളികളുടെ വികാരി സ്ഥാനമാണ് ഞാൻ ആദ്യകാലത്ത് വഹിച്ചിരുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം അരമനയിൽ താമസിച്ചുകൊണ്ട് അഭിമന്യ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഈ കാലഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരത്തിന് അടുത്തുള്ള മലയൻകീഴിന് അണപ്പാട് എന്ന് പറയുന്ന സ്ഥലത്ത് മാർ ഗ്രിഗോറിയോസ് മിഷൻ സെൻ്റർ സ്ഥാപിക്കുകയും അതിൻ്റെ ആദ്യ മാനേജരായി അഭിമന്യ തിരുമേനി എന്നെ നിയമിക്കുകയും ചെയ്തു. ആയിരത്തി 1997 സെപ്റ്റംബർ മാസം 13-ാം തീയതി എൻ്റെ ജീവിതത്തിലെ ഒരു അവിസ്മരണീയമായ ദിവസമായിരുന്നു. ഞാൻ ആ സമയത്ത് ആയൂരിനടുത്തുള്ള ചെറുവക്കൽ സെൻറ്റ് ജോർജ് പള്ളിയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുകയാണ്. തിരുമേനി ഇടമുളയ്ക്കൽ വന്നതിന് ശേഷം എന്നെ ചെറുവക്കൽ പള്ളിയിലേക്ക് ഫോണിൽ വിളിച്ചിട്ട് ഇടമുളയ്ക്കൽ വരെ വരണമെന്ന് പറഞ്ഞു. ഞാൻ തിരുമേനിയുടെ അടുക്കിലേക്ക് ചെന്നു. തിരുമേനി നേരത്തെ തന്നെ തയ്യാറാക്കി വച്ചിരുന്ന ഒരു കത്ത് എന്നെ ഏൽപ്പിച്ചു. ഞാനത് വായിച്ചു നോക്കി. തിരുമേനി എന്നോട് പറഞ്ഞു, അച്ഛൻ വായിച്ചതിന് ശേഷം എന്നോട് കാര്യങ്ങളൊക്കെ പറയുക. ഞാൻ ആ കത്ത് വായിച്ചപ്പോൾ തിരുമേനിയുടെ ആഗ്രഹങ്ങൾ അടങ്ങിയ ഒരു വിൽപത്രം ആയിരുന്നു. അനവധിയായ ദൈവിക കൃപകൾക്ക് പാത്രമായി ധ്യാനാത്മകമായ സന്യസ്ത ജീവിതത്തോടൊപ്പം സഹജീവി സ്നേഹത്തിൽ അധിഷ്ഠിതമായ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ആത്മീയ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് തൻ്റെ ജീവിതം തുടരുകയാണ് വന്യ ബെർസ്കേബ റംബാച്ചൻ. തിരുമേനി കാലം ചെയ്യുമ്പോൾ റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ കൊണ്ട് അടക്കണമെന്നും ആശ്രമത്തിലെ ഞങ്ങളെ 4 പേരുടെ പേര് ഇന്നത്തെ നിലയ്ക്ക് ഭദ്രാസനാധിപനായിരിക്കുന്ന ജോഷ്യാമാർ നിക്കോദിമോസ് തിരുമേനി, അന്ന് അദ്ദേഹം എം ജോൺസനാണ്. അതോടൊപ്പം തന്നെ ആശ്രമത്തിലെ സീനിയർ വൈദികരായ കെ പി വർഗീസ് അച്ഛൻ്റെയും കെ ടി മാത്യൂസ് അച്ഛൻ്റെയും ഇപ്പോഴത്തെ മാത്യൂസ് റംബാച്ചൻ്റെയും എൻ്റെയും പേരുകൾ, ഞങ്ങളുടെ 4 പേരുടെ പേരുകളായിരുന്നു അതിൽ സൂചിപ്പിച്ചിരുന്നത്. തിരുമേനിയുടെ ആ വിൽപത്രത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതി വെച്ചു, ഈ കത്ത് രാജൻ ജോർജ് അച്ഛൻ സൂക്ഷിക്കേണ്ടതും ആവശ്യം വരുമ്പോൾ മാത്രം ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് ഉപയോഗിക്കേണ്ടതാണ് എന്നും ജീവിതകാലം മുഴുവൻ ഈ വിൽപത്രം രാജൻ ജോർജ് അച്ഛൻ സൂക്ഷിക്കണം എന്ന് അതിൽ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇന്നും ഞാൻ വളരെ വിലമതിക്കുന്ന ഒരു കത്തായി എൻ്റെ അലമാരിയിൽ സൂക്ഷിക്കുന്നുണ്ട്.
1999 ജൂലൈ 23 തിരുമേനി ദൈവതിരുസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയും റാന്നി ഹോളി ട്രിനിറ്റി ആശ്രമത്തിൽ കൊണ്ടുവന്ന് തിരുമേനിയുടെ ഭൗതിക ശരീരം കബറടക്കുകയും ചെയ്തു. ഇപ്പോൾ റാന്നി സെൻട്രൽ സോഷ്യൽ സർവീസ് സൊസൈറ്റി സ്ഥാപക രക്ഷാധികാരിയായും പത്തനംതിട്ട മാർ ഗ്രിഗോറിയോസ് ശാന്തി സദനം ഡയറക്ടറായും കൊടുമൺ അങ്ങാടിക്കൽ നോർത്ത് മാർ ഗ്രിഗോറിയോസ് സ്നേഹാലയം മാനേജരായും സേവനം അനുഷ്ഠിച്ചു വരുന്നു. 2013 വലിയ നോമ്പിൽ ഞാൻ കഠിനമായി ഉപവസിച്ചു. ആ കഠിനമായ ഉപവാസത്തിൻ്റെ ഫലമായി എൻ്റെ കരളിലെ കൊഴുപ്പ് നഷ്ടപ്പെടുകയും എൻ്റെ കരൾ തകരാറിൽ ആകുകയും ചെയ്തു. ഞാൻ മരണത്തിലേക്ക് അടുക്കുന്ന സമയത്ത് പല ഡോക്ടർമാരും എന്നെ ചികിത്സിച്ചു. അവസാനം ഡോക്ടർമാർ വിധി എഴുതി എൻ്റെ കരൾ മാറ്റിവെക്കണം, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അങ്ങനെ 2013 ജൂൺ മാസം 20 എൻ്റെ കരൾ മാറ്റിവെക്കപ്പെട്ടു. കരൾ മാറ്റിവെക്കുന്ന സമയത്ത് വലിയൊരു ചോദ്യചിഹ്നം, ആര് കരൾ നൽകും? ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പറയട്ടെ, എൻ്റെ പിതാവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ഞങ്ങൾ 4 മക്കളാണ്. മൂത്ത ചേച്ചി സംസ്ഥാന ആരോഗ്യ വകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്തു. എൻ്റെ അനുജൻ ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്ന് സുബേദാർ മേജറായി റിട്ടയർ ചെയ്തു. കൊച്ചനുജൻ ദുബായിലെ പ്രശസ്തമായ ഒരു ഹോട്ടലിൻ്റെ അസിസ്റ്റന്റ് മാനേജറായി ജോലി ചെയ്യുന്നു. ഈ സമയത്താണ് എൻ്റെ കരൾ മാറ്റിവെക്കണം എന്ന അവസ്ഥയിലേക്ക് വരുന്നു. ഞാൻ ആരോടും കരൾ തരണമെന്ന് ആവശ്യപ്പെട്ടില്ല. എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ കൂടി ആലോചിച്ച് എൻ്റെ കൊച്ചനുജൻ എനിക്ക് കരൾ നൽകി. ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ 2013 ജൂൺ മാസം 20 എൻ്റെ കരൾ മാറ്റിവെച്ചു. ആ കരൾ മാറ്റിവെക്കുന്ന സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാനൊരു സാക്ഷ്യമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. കരൾ മാറ്റിവെക്കുന്നതിന് ഒരുങ്ങുന്ന സമയത്ത് ഞാനെപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു. ദൈവമേ, നിൻ്റെ ഹിതം എന്നിൽ നിറവേറ്റണം. ഞാനെൻ്റെ വീട് വിട്ടിറങ്ങി നിൻ്റെ വേലയ്ക്ക് വേണ്ടി. ഞാനൊന്നും സമ്പാദിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എൻ്റെ പേഴ്സിൽ വെറും 360 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. കരൾ മാറ്റിവെക്കണമെങ്കിൽ ഏതാണ്ട് 42 ലക്ഷത്തോളം രൂപയാകുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്, മൊത്തം ചിലവ്. ദൈവത്തോട് നിലവിളിച്ചു, നിൻ്റെ ഹിതം എന്നിൽ നിറവേറ്റണം. ഞാനൊന്നും അറിഞ്ഞില്ല. ഈ 42 ലക്ഷം രൂപയും എന്നെ സ്നേഹിക്കുന്നവർ, എൻ്റെ സഭ, എൻ്റെ സഹോദര പട്ടക്കാർ, എൻ്റെ സഹപാഠികൾ, അവർ തന്നെ പണം കണ്ടെത്തി അതിലെ പകുതി രൂപ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ സഹോദരങ്ങൾ എനിക്ക് നൽകി. ഈ കരൾ മാറ്റിവെക്കുന്ന സമയത്തുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് നിങ്ങളോട് എടുത്തു പറയുവാനുള്ളത്. എന്നെയും എൻ്റെ കൊച്ചനുജനെയും കരൾ മാറ്റിവെക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്രവേശിച്ചു. ഓപ്പറേഷൻ ആരംഭിച്ചു. ഞാൻ
ആ ഓപ്പറേഷൻ സമയത്ത് ദിവ്യമായ ഒരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. ഞാൻ അവിടെ ഒരു ദർശനമാണ് കാണുന്നത്. വലിയൊരു പ്രകാശം എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്നു. ദിവ്യമായ ഒരു പ്രകാശം. ആ പ്രകാശത്തിൽ ഞാനൊരു ശബ്ദം കേട്ടു. അച്ഛ, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അച്ഛനും അച്ഛൻ്റെ അനുജനും പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കും. നിങ്ങൾ ലോകത്തിന് സാക്ഷികളായി തീരും. നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയും, ജീവിക്കുന്നവനായ ഒരു ദൈവം ഈ ലോകത്തിലുണ്ട്. അവൻ സർവത്തിനും മതിയായവനാണ്. കരയുന്നവൻ്റെ കണ്ണീരൊപ്പുന്നവനാണ്. ഞാൻ ആ ദർശനം കണ്ടുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ആ ഓപ്പറേഷൻ കഴിയുന്നത് വരെയും ആ ദിവ്യമായ പ്രകാശത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത്. എന്നെ കേൾക്കുന്നവരെ, ദൈവത്തോട് നിന്ന് നാം നിലവിളിക്കുമെങ്കിൽ അവൻ നമ്മുടെ ശബ്ദം കേൾക്കും. ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ്. ഇന്ന് എൻ്റെ കരൾ മാറ്റിവെക്കപ്പെട്ടിട്ട് ഈ ജൂൺ മാസം 20 12 വർഷം പൂർത്തീകരിച്ച് 13ാമത്തെ വർഷത്തിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്. എനിക്ക് യാതൊരു അസ്വസ്ഥതയുമില്ല. ഞാൻ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ ബലി അർപ്പിക്കും. എല്ലാ യാമങ്ങളിലും ഉച്ചയ്ക്കും വൈകിട്ടും ഉള്ള ഈ ശാന്തി സദനത്തിലെ ആരാധനകൾക്ക് ഞാൻ നേതൃത്വം കൊടുക്കുന്നു. എനിക്കൊരു ക്ഷീണവുമില്ല. കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. 12 വർഷങ്ങൾക്ക് മുമ്പ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കപ്പെട്ട വന്യ ബെർസ്കിപ്പ റംബാച്ചൻ ഇപ്പോഴും ആത്മീയ ശുശ്രൂഷകളിൽ സജീവമായി തൻ്റെ ജീവിതം തുടരുകയാണ്. നിരന്തരമായ ധ്യാനങ്ങളുടെയും മനനങ്ങളുടെയും പഠനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഫലമായി വിരചിതമാക്കപ്പെട്ട ഈടുറ്റ 20ഓളം ആത്മീയ ഗ്രന്ഥങ്ങളുടെ രചയിതാവ് കൂടിയാണ് വന്യ നെടിയത്ത് ബെർസ്കിപ്പ റംബാച്ചൻ. ഞാൻ ഇതുവരെയും ഏതാണ്ട് 22 പുസ്തകങ്ങൾ എഴുതി. ആ പുസ്തകങ്ങളെല്ലാം തന്നെ ധ്യാനാത്മകമായ പുസ്തകങ്ങളാണ്. ഇന്ന് എവിടേക്ക് നോക്കിയാലും ഹാലേലൂയായും സ്തോത്രവും മാത്രമേ കേൾക്കാനുള്ളൂ. നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചു, നിൻ സ്തുതിയും നിൻ ഹാലേലൂയായും ഞാൻ നിർത്തരുതേ എന്ന്. എന്നാൽ ഇന്ന് ആവശ്യമുള്ളിടത്തും ഇല്ലാത്തിടത്തും ഹാലേലൂയായും സ്തോത്രവും പറയുന്ന ഒരു അനുഭവമാണ് കാണുന്നത്. ഞാൻ പറയും, കുറിയലായിസോനാണ് നമ്മൾ ചൊല്ലേണ്ടത്. കർത്താവേ, എന്നോട് കരുണ ചെയ്യണമേ. ആ ബർത്തിൽമായി നിലവിളിച്ചതുപോലെ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ ചെയ്യണമേ. കരുണയ്ക്കായാണ് നമ്മൾ നിലവിളിക്കേണ്ടത്. ശബ്ദകോലാഹലത്തിൻ്റെ നടുവിലല്ല ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ധ്യാനത്തിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ കർത്താവിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ മുൻപിൽ പോയി കുറേ നേരം ഇരിക്കും. ആ മുഖത്തേക്ക് ഞാൻ നോക്കും. അവനോട് ഞാൻ എൻ്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രതികൂലതകളും പറയാറുണ്ട്. കുറേ കഴിയുമ്പോൾ ആ മശിഹാ തമ്പുരാൻ, ആ യേശു തമ്പുരാൻ എന്നോട് സംസാരിക്കുന്നതായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്.
അവൻ എന്നോട് സംസാരിക്കുന്നതാണ് അനുസരിച്ചാണ് ഞാൻ പലപ്പോഴും മുന്നോട്ട് നീങ്ങുന്നത്. ഏകാന്തതയുടെ നടുവിൽ ആണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ പ്രാർത്ഥിക്കുമ്പോൾ റൂമിൽ കടന്ന് കഥകൾ അടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ സ്വർഗസ്ഥ പിതാവിനോട് നീ സംസാരിക്കണം. ഇന്ന് എത്ര പേർക്ക് രഹസ്യത്തിലുള്ള പിതാവിനോട് സംസർഗം ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ട്? രഹസ്യമായിട്ട് നമ്മുടെ ആവലാദികളും ആവശ്യങ്ങളും ദൈവതിരുസന്നിധിയിൽ ഇറക്കി വയ്ക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ അവൻ നമ്മോട് സംസാരിക്കും. നമുക്ക് വലിയൊരു ആശ്വാസം ലഭിക്കും. നാം എത്ര സമയം ഏകാന്തതയിൽ കഴിച്ചു കൂട്ടുന്നുവോ, ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുവോ, അത്രയും ദൈവികമായ ഒരു സമാധാനം നമുക്ക് ലഭിക്കും. എൻ്റെ ജീവിതത്തിലെ പല പുസ്തകങ്ങളും എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്നതാണ്. എല്ലാം തന്നെ രഹസ്യ പ്രാർത്ഥനകളാണ്. ഞാൻ മുന്നമേ സൂചിപ്പിച്ചതുപോലെ, ബർത്തിൽമായി പ്രാർത്ഥിച്ചതുപോലെ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്നുള്ള രീതിയിലുള്ള ആ കരുണയ്ക്കായിട്ടാണ് ഞാൻ അപേക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. എൻ്റെ പുസ്തകങ്ങളെല്ലാം തന്നെ ആ കരുണയുടെ അടിസ്ഥാനത്തിലാണ്. എന്നിലേക്ക് കരുണ ചൊരിയുന്നതിന് വേണ്ടിയാണ് ഞാൻ അപേക്ഷിക്കുന്നത്. തിരുവനന്തപുരം ഭദ്രാസനാധിപൻ കാലം ചെയ്ത അഭിവന്യ ഗീവർഗീസ് മാർ ദിയസ്കോറോസ് തിരുമേനിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. തിരുവനന്തപുരം ഹോളി ട്രിനിറ്റി ഹൈസ്കൂളിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ, മലയൻകീഴ് മാർ ഗ്രിഗോറിയോസ് മിഷൻ കേന്ദ്രം മാനേജർ, തിരുവനന്തപുരം ഭദ്രാസന ബാലികാ സമാജം വൈസ് പ്രസിഡന്റ്, റാന്നി കാതോലിക്കേറ്റ് സെൻറ്റർ വർക്കിംഗ് പ്രസിഡന്റ് എന്നീ നിലകളിലും നെല്ലിക്കുന്നം മാർ ഗ്രിഗോറിയോസ്, വരിഞ്ഞം സെൻറ് ജോർജ്, കുണ്ടറ സെൻറ് തോമസ് വലിയവള്ളി, ആയൂർ ഇളമാട് സെൻറ് തോമസ്, ചെറുവക്കൽ സെൻറ് ജോർജ്, കീക്കുഴൂർ സെൻറ് പീറ്റേഴ്സ് ആൻഡ് സെൻറ് പോൾസ്, അയിരൂർ കുരിശുമുട്ടം സെൻറ് സ്റ്റീഫൻസ്, വയലത്തല സെൻറ് മേരീസ്, നാരങ്ങാനം സെൻറ് ഓസിയോസ്, വെട്ടിപ്പുറം പടിഞ്ഞാറ് സെൻറ് ജോർജ് എന്നീ ഇടവകകളിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഞായറാഴ്ച ദിവസം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂട്ടിക്കൊണ്ട് നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകണം. കുഞ്ഞുങ്ങളെ ചെറുപ്രായത്തിൽ തന്നെ അവിടെ കൈക്ക് പിടിച്ചുകൊണ്ട് ദേവാലയത്തിലേക്ക് പോയി, അല്ലെ ആരാധനാ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ദൈവിക ബന്ധത്തിലായിരിക്കുവാൻ അവർക്ക് കാണിച്ചു കൊടുക്കുമെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ സമ്പാദ്യം. എൻ്റെ പിതാവ് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു. ജോലി കഴിഞ്ഞ് വൈകിട്ട് വരുമ്പോൾ എൻ്റെ പിതാവ് ആദ്യമേ ചോദിക്കുന്നത് പ്രാർത്ഥിച്ചുവോ എന്നാണ്. ഞങ്ങൾ പിതാവ് വന്നതിന് ശേഷമാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊരു പുൽപ്പായുണ്ട്. ആ പുൽപ്പായിൽ എൻ്റെ അച്ചാച്ചനും അമ്മയും ഞങ്ങൾ 4 മക്കളും ഒന്നിച്ചിരിക്കും. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആരാധന രീതി അനുസരിച്ച് പാട്ടുപാടി വേദപുസ്തകം വായിച്ച് കാനോനിക നമസ്കാരങ്ങളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം പട്ടായിങ്ങപ്പെട്ട ദൈവം തമ്പുരാനേ എന്നൊരു പ്രാർത്ഥന ഉള്ളത് ചൊല്ലും. എൻ്റെ പിതാവ് അത് ഉറക്കെ ചൊല്ലും. ഇടികളിൽ നിന്നും മിന്നുകളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും ഇങ്ങനെ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾ മക്കളും ഞങ്ങളുടെ അമ്മയും ചേർന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം എൻ്റെ പിതാവിനൊരു വാചക പ്രാർത്ഥനയുണ്ട്. ഞാൻ എൻ്റെ പല പ്രസംഗങ്ങളിൽ അത് പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ പിതാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതാണ്: ദൈവമായ കർത്താവേ, നീ എനിക്ക് 4 മക്കളെ തന്നു. അതിൽ ഒരുവനെ നീ തിരഞ്ഞെടുത്ത്
നിൻ്റെ കുരിശും ചുമന്നുകൊണ്ട് നാനാജാതികളുടെ നടുവിലേക്ക് ചെന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നീയാണെന്ന് സാക്ഷിക്കുന്നത് കാണുവാൻ എൻ്റെ കണ്ണുകൾക്ക് കാഴ്ചയും എൻ്റെ ചെവികൾക്ക് കേൾവിയും തരയണമേ എന്നും പ്രാർത്ഥിക്കും. ഞാൻ 1991 സെപ്റ്റംബർ മാസം 19-ാം തീയതി പട്ടമേറ്റ് 20-ാം തീയതി കുത്തം കുർബാന ചൊല്ലുന്നത് വരെയും ഈ പ്രാർത്ഥന ഞാൻ എന്നും കേട്ടു. എൻ്റെ കൈകളിൽ നിന്ന് എൻ്റെ പിതാവ് വിശുദ്ധ കുർബാന അനുഭവിച്ചതിന് ശേഷം ഞാൻ ആ പ്രാർത്ഥന കേട്ടിട്ടില്ല. എൻ്റെ പിതാവ് പ്രാർത്ഥിച്ചു, എൻ്റെ 4 മക്കളിൽ ഒരുവൻ നിൻ്റെ കുരിശൻ ചുമന്നുകൊണ്ട് നാനാജാതികളുടെ നടുവിലേക്ക് പോയി ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നീയാണെന്ന് സാക്ഷിക്കുന്നത് കാണുവാൻ ഭാഗ്യം തരണമേ എന്ന് പ്രാർത്ഥിച്ച ഒരു പിതാവിൻ്റെ മകനാണ് ഞാൻ. സാക്ഷ്യമായിട്ട് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ കുരിശ് എൻ്റെ പിതാവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. നാനാജാതികളുടെ നടുവിലേക്ക് നിൻ്റെ കുരിശും ചുമന്നുകൊണ്ട്, രക്ഷയുടെ ആയുധമായ കുരിശും ചുമന്നുകൊണ്ട് കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിച്ച ഒരു പിതാവിൻ്റെ പുത്രനാണ് ഞാൻ. എന്നെ കേൾക്കുന്നവരെ, നിങ്ങൾ ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങളുടെ മക്കളെ സമർപ്പിക്കുക. ദൈവം കാത്തുകൊള്ളും, ദൈവം വഴി നടത്തിക്കൊള്ളും. എൻ്റെ കരൾ മാറ്റിവെച്ച ഒരു മനുഷ്യനാണ് ഞാൻ. ഇന്ന് ഒരു തളർച്ചയില്ലാതെ മുന്നോട്ട് ഓടുന്നത് ആ ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയ്ക്ക് മുൻപിൽ ഞാൻ നമിക്കുകയാണ്. ഇക്കാലം നിരവധിയായ ആത്മീയ ശുശ്രൂഷകൾക്ക് ദൈവം തന്ന വലിയ കൃപകൾക്കനുസരിച്ച് നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് വന്യ ബെർസ്കിപ്പ റംബാച്ചൻ തൻ്റെ ജീവിതം തുടരുകയാണ്. നിരവധി അനുഭവങ്ങളാലും സാക്ഷ്യങ്ങളാലും സമ്പന്നമായ വന്യ ബെർസ്കിപ്പ റംബാച്ചൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.